ലെബനോനിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോംബാക്രമണത്തിലൂടെ ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന രക്തദാഹി ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം UN തൻ്റെ ഭാഗം പ്രസംഗിച്ചു തീർക്കാൻ വേണ്ടി എഴുന്നേറ്റ് മൈക്കിന് മുന്നിൽ വന്നപ്പോൾ വിജനമായ കസേരകളെയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതായത് തൻ്റെ ഭാഗം കേൾക്കാൻ പോലും ഒരു മനുഷ്യരും തയ്യാറാവുന്നില്ല എന്ന് ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അത്രത്തോളം ക്രൂരനാണെന്ന് ലോക സമൂഹം ബെഞ്ചമിൻ നെതന്യാഹുവിനെ സീൽ വെച്ചിരിക്കുന്നു. അദ്ദേഹം ഹസൻ നസ്രുള്ളയുടെ കൊലപാതകത്തിലൂടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് ആനയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കൊലപ്പെടുത്തി. അതിനുശേഷം ഫലസ്തീൻ രാഷ്ട്രീയ നേതാവ് അതോടൊപ്പം തന്നെ ഹമാസിന്റെ നേതാവായ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തി. അതിനുശേഷം ലെബനോനിലേക്ക് പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ, ഏകപക്ഷീയമായ പേജർ വോക്കി ടോക്കി ആക്രമണത്തിലൂടെ വാർത്താവിനിമയ മാധ്യമങ്ങളെ ആയുധ ഉപകരണമാക്കി മാറ്റിക്കൊണ്ട്, യുദ്ധ ഉപകരണമാക്കി മാറ്റിക്കൊണ്ട് നിരപരാധിയായ ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തി. മാർക്കറ്റുകളിലും പബ്ലിക് വാഹനങ്ങളിലും അടുക്കളകളിലും ഹോസ്പിറ്റലുകളിലും അടക്കം ആളുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം മുന്നോട്ട് വന്നപ്പോൾ ലോക സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള ഓരോ രാജ്യങ്ങളിലെയും ഓരോ നേതാക്കളെയും ആ രാജ്യത്തിൻ്റെ പ്രധാന ഭരണാധികാരികളെ അടക്കം കൊന്നുകൊലവിളിച്ചതിന് ശേഷം യുദ്ധ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. എല്ലാ രാജ്യങ്ങളും, ഇറാൻ, ഫലസ്തീൻ, യമൻ, ലെബനോൻ തുടങ്ങിയ 4 രാജ്യങ്ങളും തങ്ങളുടെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും അവസാനമായി നമുക്ക് കാണാൻ കഴിഞ്ഞ വാർത്ത, യമനിലെ ഹൂത്തികൾ അമേരിക്കൻ പടക്കപ്പലുകൾ 3 പടക്കപ്പലുകൾക്കെതിരെ കൃത്യമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി പൊടുന്നനെ അറബിക്കടലിലൂടെ ചെങ്കടലിലൂടെ യാത്ര ചെയ്യാൻ ഒരുങ്ങിയ, നേരത്തെ ഹൂതികൾ ചെങ്കടൽ ഉപരോധിച്ചിരുന്നു. ആ ഉപരോധത്തിനിടയിലൂടെ മറ്റ് കടൽ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് കറങ്ങിത്തിരിഞ്ഞ് ഇസ്രായേലിലെത്തുന്നതിന് പകരം പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി ചെങ്കടലിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയ 3 കപ്പലുകളെയാണ് ഹൂതികൾ ലക്ഷ്യം വിട്ടുകൊണ്ട് പരിക്കേൽപ്പിച്ചത്. അത്തരത്തിൽ ഓരോ രാജ്യവും, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഓരോ രാജ്യവും കൃത്യമായ അവരുടെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തിയതിലൂടെ ഇറാന്, നേരത്തെ അടങ്ങിയിരുന്ന ഇറാനെ കൂടുതൽ യുദ്ധ സാഹചര്യത്തിലേക്ക് നിർബന്ധപൂർവം വലിച്ചിഴക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്തെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ഫലസ്തീനിലെയും ലെബനോനിലെയും ജനങ്ങൾ ഷെല്ലാക്രമണവും ബോംബാക്രമണവും കണ്ട് വളർന്നവരാണെങ്കിൽ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഷെല്ലാക്രമണവും ബോംബാക്രമണവും കണ്ട് വളരാത്ത ഒരു സമൂഹമാണ്. അവർ അയൺ ഡോമിന്റെ തണലിലും അതോടൊപ്പം തന്നെ മറ്റ് ബങ്കറുകളിലും ഓടിയൊളിക്കുന്ന സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. എന്നാൽ ഫലസ്തീനും ലെബനോനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടും കൊടുത്തും വളർന്നവരാണവർ. അവർക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ അതൊരു ആഘോഷം പോലെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഇസ്രായേലിലെ ജനങ്ങൾ ഓരോ അയൺ ഡോമുകളും മിസൈലുകളെ തകർക്കുമ്പോൾ അട്ടഹസിക്കുന്ന, കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്കാണോ ലോകം ഓടിയെടുക്കുന്നത് എന്നുകൂടി നാം ആലോചിക്കേണ്ട ഒരു സമയമാണിത്.